സുഖിതാറിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ഐറ്റം വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന മോഡലാട്ടോ. നല്ല കളർ ചാർട്ടാണ്, ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്. പിന്നെ എക്സ്ട്രാ നമുക്ക് കൈക്ക് വെക്കാനുള്ളത് ഇതിൽ സെപ്പറേറ്റ് ആയിട്ടാട്ടോ കൊടുത്തേക്കുന്നത്. നല്ല രസമുള്ള വീതിയുള്ള ബോർഡർ ഇല്ലേ താഴത്തെ, അത് തന്നെ കയ്യിലും വരും. മൊത്തത്തിൽ തയ്ച്ചിട്ട് വരുമ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ഇതുപോലെ 3/4 ചെയ്യാനുള്ള കൈക്കുള്ളത് വെച്ചിട്ടുണ്ട്. ഇത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ. ഞാൻ പിടിച്ചിരിക്കുന്നതിൻ്റെയാണ്, നല്ല ലെങ്തി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ താഴത്തെ ഡിസൈൻ വരുന്നത്. നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ദുപ്പട്ടയാണേലും വീതിയായിട്ടുണ്ട്, നല്ല വീതിക്ക് ബോർഡർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മെറ്റീരിയലുമാണ്. ഇതെങ്ങനെ വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം, വാഷ് ചെയ്യുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മാമ്പഴ മഞ്ഞ കളറാട്ടോ. അതിൻ്റെ അകത്തും ഫുള്ളായിട്ട് ആ ത്രെഡ് വർക്ക് ഉണ്ട്. ത്രെഡ് വർക്ക് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. ഇത് കൈക്കുള്ളത്, ബാക്കി ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. അപ്പോൾ അത് കൈക്കുള്ള ഇനത്തിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തൊന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് കൈക്കുള്ള ചെയ്തേക്കുന്നത്. ബോട്ടം സാറ്റിൻ സിൽക്കിലാണ്. നല്ല ലെങ്ത് ഉള്ള ഒരു മോഡലാണ്. നിങ്ങൾക്കൊരു അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷനായിട്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ ഭംഗിക്കനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇത് താഴെ തന്നെ കൊടുത്ത് ചെയ്യണം. ബാക്കി മൊത്തത്തിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷനിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു പൈപ്പിംഗ് ബോർഡറോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ ബോൾ പോലത്തെ ഒരു ഡിസൈൻ, ബട്ടൺ ഡിസൈൻ വല്ലതും കൊടുത്താൽ മതി. ഇല്ലേലും ആ താഴെ ബോർഡറും ബാക്കി ഇത്രയും വീതിയുള്ള ആ ഒരു ദുപ്പട്ടയുടെ ബോർഡറും കൈക്കുള്ളതും കൂടെ വരുമ്പോഴത്തേനും ഭയങ്കര ലുക്കായിരിക്കും കാണാൻ. അപ്പോൾ നമുക്കിതിന് നമ്പർ 524, റേറ്റ് 1390 ഉള്ളൂ. 1390. അടുത്ത ഷെയ്ഡ് നല്ല ഡീപ്പ് പർപ്പിൾ ടോണാണ് കേട്ടോ. ഭയങ്കര നല്ല കളറാണ്. അതിൻ്റെ അകത്തെല്ലാം സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കൈക്കുള്ള മെറ്റീരിയൽ സെപ്പറേറ്റ് വെച്ചേക്കുന്നത്. ഇത് ബോട്ടം പീസ്. കൂടിയ ജോർജറ്റ് ഫാബ്രിക് ആട്ടോ. പ്രീമിയം കളക്ഷനിൽപ്പെട്ട ജോർജറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ നോർമലി വരുന്ന ജോർജറ്റിനേക്കാളും റേറ്റ് കൂടിയത് ഈ ഒരു ഫാബ്രിക്കിന്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം നമുക്ക് ടച്ച് ചെയ്യുമ്പോഴേക്കത് മനസ്സിലാവും. ഇതിൻ്റെ നമ്പർ A523, റേറ്റ് 1390. നമുക്ക് അടുത്ത വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാട്ടോ. ബോട്ടിൽ ഗ്രീന് നല്ല ഡാർക്കർ ഷെയ്ഡ്. എല്ലാ കളേഴ്സും നല്ല കുറേ ഷെയ്ഡ്സും ഉണ്ട്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് വെച്ചിട്ട് എല്ലാം ചെയ്തേക്കുന്നത്. ഇത് ഗ്രീനൊക്കെ ഭയങ്കര രസമാട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കാണുന്നേക്കാളും ഒത്തിരി ഭംഗിയായി ഗ്രീനൊക്കെ നേരിട്ട് കാണാനായിട്ട്. നല്ല വീതിയാണ്. മെയിനായിട്ട് ഈ ഒരു ബോർഡറിൻ്റെ ഒരു വീതിയുള്ള ബോർഡറാണ് കാണാൻ നല്ല രസമാട്ടോ. നിങ്ങൾക്ക് തലയിലിട്ടാലോ എങ്ങനെ ഇട്ടാലും, 1 സൈഡോ 2 സൈഡോ എങ്ങനെ ഇട്ടാലും ആ ഒരു വീതിയുള്ള ബോർഡർ ഭയങ്കര സ്റ്റൈലായിരിക്കും. അപ്പോൾ ഇതാണ് കൈക്കുള്ളത്. ഞാൻ പറഞ്ഞാൽ മേൽവശം പ്ലെയിൻ ആയിട്ട് തന്നെ ചെയ്താൽ മതി. കാരണം കൈക്ക് ആ ഒരു ബോർഡർ ഇത്രയും തന്നെ വരുമ്പോൾ മേളിൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ മൊത്തത്തിൽ ആ താഴെ ദാമൻ പോർഷനോട് വരുമ്പോഴത്തേനും ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്കിതിൻ്റെ നമ്പർ വരുന്നത് A526, റേറ്റ് 1390. നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലാണ് ഈ ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത്. നല്ല ലെങ്ത് ആട്ടോ. ഞാൻ പറയാറുള്ള പോലെ ആവശ്യത്തിലധികം ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൈക്കുള്ള സെപ്പറേറ്റ് പീസ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. അപ്പോൾ അത് നമ്മുടെ സാറ്റിനിലായതുകൊണ്ട് മെറ്റീരിയൽ ചെറിയ വ്യത്യാസമുണ്ട്, ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്പർ A522, റേറ്റ് സെയിം ആണ്. അടുത്തത്